കാലിക്കറ്റ് സർവകലാശാല നടക്കുന്ന അഖിലേന്ത്യാ അന്തർ സർവകലാശാല ദക്ഷിണ പൂർവ്വ മേഖല പുരുഷ വിഭാഗം ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് പൂൾ ഡി മത്സരങ്ങൾക്ക് MAMO BBM സ്പോർട്സ് ടർഫിൽ ആവേശകരമായ തുടക്കമായി. ചാമ്പ്യൻഷിപ്പ് ലിൻഡോ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. 4 സംസ്ഥാനങ്ങളിൽ നിന്നും വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ഇന്റർ യൂണിവേഴ്സിറ്റി ഫുട്ബോൾ മത്സരങ്ങൾ തിരുവമ്പാടി മണ്ഡലമായ MAMO കോളേജ് മൈതാനിയിൽ നടക്കുന്നത് വളരെ സന്തോഷകരമായ കാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. യൂണിവേഴ്സിറ്റികളുടെ ഇന്റർ യൂണിവേഴ്സിറ്റി സൗത്ത് സോണാണ് നടക്കുന്നത്. സൗത്ത് സോൺ ഇന്റർ യൂണിവേഴ്സിറ്റി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് എത്തിക്കാൻ കഴിയുന്ന നിലയിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ പ്രക്രിയകളും മാറുന്നുണ്ട് എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താനും ഇനി ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനും നമുക്ക് കഴിയട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുകയാണ്. അതോടൊപ്പം ഇവിടെ എത്തിയിട്ടുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിയിട്ടുള്ള എല്ലാ ടീം അംഗങ്ങളെയും പ്രത്യേകിച്ച് ഈ ചടങ്ങിലേക്ക് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ സ്വാഗതം ചെയ്യുകയാണ്. വി മരക്കാർ ഹാജി അധ്യക്ഷത വഹിച്ചു. ഖത്തറിലെ ഇന്ത്യൻ സ്പോർട്സ് സെന്റർ പ്രസിഡന്റ് EP അബ്ദുൾ റഹ്മാൻ മുഖ്യപ്രഭാഷണം നടത്തി. ഒരു രാജ്യത്തിന്റെ പുരോഗതിയുടെ മാനദണ്ഡം ആരോഗ്യം, വിദ്യാഭ്യാസം, അടിസ്ഥാന വികസനമാണെന്നും അദ്ദേഹം പറഞ്ഞു. It is very important to promote sports in any environment. In the past, our parents used to struggle to get us inside the house from our playing grounds. Now parents are struggling to pull the kids outside the house and asking them to go and play. And kids say no. I'm comfortable and happier in my own solitude in my own room. കൗൺസിലർ ബിജുന മോഹൻ, വി അബ്ദുള്ള കോയ ഹാജി, വി അബ്ദുൾ റഹ്മാൻ, വി ഹസൻ ഹാജി, റസാ കൊടിയത്തൂർ തുടങ്ങിയവർ സംസാരിച്ചു. ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ച് അണ്ടർ 13 AC മിലാൻ കേരള 7 സ്പോർട്സ് കുന്നമംഗലം സൗഹൃദ മത്സരം നടന്നു. We are a Krishna University men's football team. We are from Andhra Pradesh. These are our boys. We have come here for South Zone Inter University football tournament. Here the climate in Kozhikode, Calicut is very good. The university is hosting this tournament very well. Here MAMO College has given us very good accommodation and we are excited to participate in the tournament. 24 വരെ നീണ്ടു നിൽക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, കർണാടക, കേരളം എന്നിവിടങ്ങളിൽ നിന്നായി 22 ടീമുകൾ ഈ പൂളിൽ ഏറ്റുമുട്ടുന്നുണ്ട്. എൻലൈറ്റ് ന്യൂസ്, മുക്കം.